എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ? ഏത് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ? പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലാണ് ഗാലപ്പാഗോസ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏത് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹം? ഏത് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹം? അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ബെൻഗ്വീല പ്രവാഹം. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. 1957 ഏപ്രിൽ 27 ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. വർക്കല കനാലിൻ്റെ നിർമ്മാണം ഏതു വർഷത്തിൽ? വർക്കല കനാലിൻ്റെ നിർമ്മാണം ഏതു വർഷത്തിൽ? AD 1867. AD 1867 വർക്കല കനാലിൻ്റെ നിർമ്മാണം നടന്നത്. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഒഫ്താൽമോളജി. ഒഫ്താൽമോളജിയാണ് കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം? കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം കണ്ണൂർ. കണ്ണൂർ തന്നെയാണ് കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം. കർണാടക സംസ്ഥാനത്ത് അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കർണാടക സംസ്ഥാനത്ത് അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈഗ. കർണാടകയിലെ കൈഗയിലാണ് അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകത്തിലെ ശ്രാവണബലഗോളയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് മഹാമസ്തകാഭിഷേകം നടക്കുന്നത്? കർണാടകത്തിലെ ശ്രാവണബലഗോളയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് മഹാമസ്തകാഭിഷേകം നടക്കുന്നത്? 12. കർണാടകത്തിലെ ശ്രാവണബലഗോളയിൽ 12 വർഷത്തിലൊരിക്കലാണ് മഹാമസ്തകാഭിഷേകം നടക്കുന്നത്. ഖാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? ഖാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? മേഘാലയ. മേഘാലയ സംസ്ഥാനത്തെ ഭാഷയാണ് ഖാസി ഭാഷ. ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കിയ വർഷം? ഷാജഹാനെ ഔറംഗസീബ് തടവിലാക്കിയ വർഷം 1658. 1658 ഷാജഹാൻ ഔറംഗസീബ് തടവിലാക്കിയത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം? സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം കുട്ടനാട്. കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം. സാഹിത്യ നോബലിന് അർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? സാഹിത്യ നോബലിന് അർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. 1953 വിൻസ്റ്റൺ ചർച്ചിലാണ് സാഹിത്യ നോബലിന് അർഹനായത്. അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത്? ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ലെ കോർബുസിയ. ലെ കോർബുസിയയാണ് ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത്. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് ആരംഭിച്ചത്? ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 മാർച്ച് 12. 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ഭാര്യ? ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്? ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. ഗാരോ, ജൈൻഷ്യ, ഖാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? ഗാരോ, ജൈൻഷ്യ, ഖാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. മേഘാലയ സംസ്ഥാനത്താണ് ഗാരോ, ജൈൻഷ്യ, ഖാസി കുന്നുകൾ. സാമ്പൽപൂർ ഏത് ധാതുവിൻ്റെ ഖനനത്തിന് പ്രസിദ്ധം? സാമ്പൽപൂർ ഏത് ധാതുവിൻ്റെ ഖനനത്തിനാണ് പ്രസിദ്ധം? കൽക്കരി. കൽക്കരിയുടെ ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് സാമ്പൽപൂർ. CPIM പോളിറ്റ് ബ്യൂറോയിലെ ആദ്യ വനിത? CPIM പോളിറ്റ് ബ്യൂറോയിലെ ആദ്യ വനിത വൃന്ദ കാരാട്ട്. വൃന്ദ കാരാട്ടാണ് CPIM പോളിറ്റ് ബ്യൂറോയിലെ ആദ്യ വനിത. ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി? ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി
ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ് ഗുപ്തവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി. സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി. സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി മനുഷ്യൻ. മനുഷ്യനാണ് സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏക ജീവി. ഗ്വാണ്ടനാമോ ജയിൽ ഏത് ദ്വീപിലാണ്? ഗ്വാണ്ടനാമോ ജയിൽ ഏത് ദ്വീപിലാണ്? ക്യൂബ. ക്യൂബ ദ്വീപിലാണ് ഗ്വാണ്ടനാമോ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. സംസ്കൃത സാഹിത്യത്തിൻ്റെ അഗസ്റ്റൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് ഏത് രാജാവിൻ്റെ കാലമാണ്? സംസ്കൃത സാഹിത്യത്തിൻ്റെ അഗസ്റ്റൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് ഏത് രാജാവിൻ്റെ കാലമാണ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലമാണ് സംസ്കൃത സാഹിത്യത്തിൻ്റെ അഗസ്റ്റൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്? സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്? ഗവർണർ. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ഗവർണറുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്. സംക്ഷേപ വേദാർത്ഥം 1772 എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത്? സംക്ഷേമ വേദാർത്ഥം 1772 എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത്? റോം. റോമിൽ നിന്നുമായിരുന്നു സംക്ഷേപ വേദാർത്ഥം 1772 പ്രസിദ്ധപ്പെടുത്തിയത്. സത്യാർത്ഥ പ്രകാശം രചിച്ചത്? സത്യാർത്ഥ പ്രകാശം രചിച്ചത് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചത്. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത്? ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. കുഷ്ഠരോഗമാണ് ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത്. ഹാർമോണിയം കണ്ടുപിടിച്ചത്? ഹാർമോണിയം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ദേബെയ്ൻ. അലക്സാണ്ടർ ദേബെയ്നാണ് ഹാർമോണിയം കണ്ടുപിടിച്ചത്. ഹാൽഡിയ ഏത് നിലയിൽ പ്രസിദ്ധം? ഹാൽഡിയ ഏത് നിലയിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്? എണ്ണ ശുദ്ധീകരണശാല. ഹാൽഡിയ ഒരു എണ്ണ ശുദ്ധീകരണശാലയാണ്. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം? ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംല. ഷിംലയാണ് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം. ഹീമറ്റൂറിയ എന്നാൽ എന്ത്? ഹീമറ്റൂറിയ എന്നാൽ എന്ത്? മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ. മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയെ പറയുന്നതാണ് ഹീമറ്റൂറിയ എന്നത്. ചരകസംഹിത എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ്? ചരകസംഹിത എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ്? വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് ചരകസംഹിത. ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി? ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി നീലത്തിമിംഗലം. നീലത്തിമിംഗലമാണ് ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ജീവി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്? ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ. ജംഷഡ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം? ജംഷഡ്പൂർ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? ഇരുമ്പുരുക്ക്. ഇരുമ്പുരുക്ക് വ്യവസായത്തിനാണ് ജംഷഡ്പൂർ പ്രസിദ്ധമായിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം? ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണാക്കോ. മൊണാക്കോയാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി? ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി സർദാർ കെ.എം. പണിക്കർ. സർദാർ കെ.എം. പണിക്കറാണ് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ സംഘത്തെ നയിച്ച മലയാളി. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത്? ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത്. വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിൻ്റെ ശാസ്ത്രനാമം? വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിൻ്റെ ശാസ്ത്രനാമം ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയ എന്നതാണ് വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിൻ്റെ ശാസ്ത്രനാമം.
ഷെഡ്ലാൻഡ് ദ്വീപുകൾ ഏതു രാജ്യത്തിൻ്റെ അധികാര പരിധിയിലാണ്? ഷെഡ്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിൻ്റെ അധികാര പരിധിയിലാണ്? UK. UKയുടെ അധികാര പരിധിയിലാണ് ഷെഡ്ലാൻഡ് ദ്വീപുകൾ. സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? അന്റാർട്ടിക്കയിൽ. അന്റാർട്ടിക്കയിലാണ് സെന്റിനൽ റേഞ്ച് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ. മാർട്ടിൻ കൂപ്പറാണ് സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത്? ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ്. ഗുരുദേവ് എന്നായിരുന്നു ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത്. ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത്? ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഗാന്ധിജിയാണ് ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത്. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോളജി. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോളജി. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡ്. ഹേബർലാൻഡാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ? ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് ടെറ്റനസിന് കാരണമാവുന്നത്. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത്? വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതി. ജലവൈദ്യുതിയാണ് വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത്. വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത്? വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി. വെൻഡൽ സ്റ്റാൻലിയാണ് വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത്. സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ? സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ? ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ മഹാവീരൻ. മഹാവീരനാണ് ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത്? തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാൾ. ഉത്രം തിരുനാളാണ് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം? തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ. ഡിഫ്തീരിയയാണ് തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം. ട്യൂബർകുലോസിസിന് കാരണമായ ബാക്ടീരിയ? ട്യൂബർകുലോസിസിന് കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം. മൈക്കോ ബാക്ടീരിയമാണ് ട്യൂബർകുലോസിസിന് കാരണമായ ബാക്ടീരിയ. നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണ്? നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എവിടെയാണ്? പട്യാല. പട്യാലയിലാണ് നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത്. പേപ്പർ ആദ്യമായി ഉപയോഗിച്ച സംസ്കാരം അല്ലെങ്കിൽ രാജ്യം? പേപ്പർ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. ചൈനയാണ് പേപ്പർ ആദ്യമായി ഉപയോഗിച്ച സംസ്കാരം അല്ലെങ്കിൽ രാജ്യം. പോർബന്തറിൻ്റെ പഴയ പേര്? പോർബന്തറിൻ്റെ പഴയ പേര് സുദാമാപുരി. സുദാമാപുരി എന്നതായിരുന്നു പോർബന്തറിൻ്റെ പഴയ പേര്. യോമിയുരി ഷിംബുൺ ഏത് രാജ്യത്തെ പത്രമാണ്? യോമിയുരി ഷിംബുൺ ഏത് രാജ്യത്തെ പത്രമാണ്? ജപ്പാൻ. ജപ്പാനിലെ പത്രമാണ് യോമിയുരി ഷിംബുൺ. യോഗ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്? യോഗ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് പതഞ്ജലി. പതഞ്ജലിയാണ് യോഗ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്. രേവതി പട്ടത്താനത്തിൻ്റെ വേദി? രേവതി പട്ടത്താനത്തിൻ്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം. കോഴിക്കോട് തളിക്ഷേത്രമാണ് രേവതി പട്ടത്താനത്തിൻ്റെ വേദി. രേഖാംശത്തിലെ എത്ര ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സമയവ്യത്യാസം സൂചിപ്പിക്കുന്നത്? രേഖാംശത്തിലെ എത്ര ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സമയവ്യത്യാസം സൂചിപ്പിക്കുന്നത്? 15. രേഖാംശത്തിലെ 15 ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സമയവ്യത്യാസം സൂചിപ്പിക്കുന്നത്.
രോഗപ്രതിരോധത്തിനാവശ്യമായ വിറ്റാമിൻ. രോഗപ്രതിരോധത്തിനാവശ്യമായ വിറ്റാമിൻ ജീവകം സി. ജീവകം സി ആണ് രോഗപ്രതിരോധത്തിനാവശ്യമായ വിറ്റാമിൻ. റോമൻ അക്കങ്ങൾ എഴുതാൻ എത്ര പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു? റോമൻ അക്കങ്ങൾ എഴുതാൻ എത്ര പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു? 7. 7 പ്രതീകങ്ങളാണ് റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നത്. റോമൻ ദാർശനികനായ പ്ലിനി രചിച്ച 37 വാല്യമുള്ള പുരാതന ഗ്രന്ഥം. റോമൻ ദാർശനികനായ പ്ലിനി രചിച്ച 37 വാല്യമുള്ള പുരാതന ഗ്രന്ഥം നാച്ചുറൽ ഹിസ്റ്ററി. നാച്ചുറൽ ഹിസ്റ്ററിയാണ് റോമൻ ദാർശനികനായ പ്ലിനി രചിച്ച 37 വാല്യമുള്ള പുരാതന ഗ്രന്ഥം. ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജാണ് ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ലോക എയ്ഡ്സ് ദിനം. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ലോക്സഭാംഗങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം. ലോക്സഭാംഗങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ലോക്സഭാംഗങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം. ലോക് തക് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്ത്? ലോക് തക് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. മണിപ്പൂർ സംസ്ഥാനത്താണ് ലോക് തക് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. വേഴ്സായ് ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധമേത്? വേഴ്സായ് ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധം 1ാം ലോകമഹായുദ്ധം. 1ാം ലോകമഹായുദ്ധമാണ് വേഴ്സായ് ഉടമ്പടി പ്രകാരം അവസാനിച്ച യുദ്ധം. വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. വോൾഗ നദി ഏത് കടലിൽ പതിക്കുന്നു? വോൾഗ നദി ഏത് കടലിൽ പതിക്കുന്നു? കാസ്പിയൻ കടൽ. കാസ്പിയൻ കടലിലാണ് വോൾഗ നദി പതിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി പാല നാരായണൻ നായർ. പാല നാരായണൻ നായരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി. കേരളത്തിൽ മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യ വനിത. കേരളത്തിൽ മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യ വനിത KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയാണ് കേരളത്തിൽ മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യ വനിത. കേരളത്തിൽ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത്. കേരളത്തിൽ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചമിൻ ബെയ്ലിയാണ് കേരളത്തിൽ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത്. കേരളത്തിൽ 2 പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി. കേരളത്തിൽ 2 പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയാണ് കേരളത്തിൽ 2 പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി K മുരളീധരൻ. K മുരളീധരനാണ് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി. കേരളത്തിൽ ഉരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം. കേരളത്തിൽ ഉരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂർ. ബേപ്പൂർ ആണ് കേരളത്തിൽ ഉരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള തെങ്ങ്. തെങ്ങാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് ആരിൽ വന്നു ചേരും? സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുമ്പോൾ ആ വകുപ്പ് ആരിൽ വന്നു ചേരും? മുഖ്യമന്ത്രി. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുമ്പോൾ ആ വകുപ്പ് മുഖ്യമന്ത്രിയിലാണ് വന്നു ചേരുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ. സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത്.
സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ. കോപ്പർനിക്കസ് ഏത് രാജ്യക്കാരനായിരുന്നു? പോളണ്ട്. കോപ്പർനിക്കസ് പോളണ്ടുകാരനായിരുന്നു. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.